ചോദിക്കുന്നത് CPM-ന് ഇത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലം, പതിറ്റാണ്ടുകളായി നിങ്ങളുടെ കയ്യിലുള്ള പഞ്ചായത്തിന്റെ ഭരണം, നിങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ എത്രയോ ഉള്ള പ്രദേശങ്ങൾ, പാർട്ടി ഗ്രാമങ്ങളെ പോലെ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന പ്രദേശങ്ങളിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു കുട്ടി മാറി ജയിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ഈ പരിപാടി നേരത്തെ പെർമിഷൻ എടുത്ത പരിപാടിയാണ്. ഇതിന്റെ പന്തൽ നേരത്തെ തന്നെ തയ്യാറാക്കാൻ തുടങ്ങിയ പരിപാടിയാണ്. ഇതിന്റെ പന്തലും ഇതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ പ്രചരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ മെയിൻ റോഡിലൂടെ ഒരു വാഹനം, ഒരു അനൗൺസ്മെന്റ് വാഹനം കടന്നു പോകുന്നത് എന്തിനാണ് നിങ്ങളിൽ ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്? ഒരു അനൗൺസ്മെന്റ് വാഹനമോ ആ വാഹനത്തിന്റെ ചുറ്റിലുമുള്ള ഒരു ഫ്ലെക്സ് ബോർഡോ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മേപ്പയൂരിലെ ജനങ്ങൾക്കും തിരിച്ചറിവുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ എന്തൊക്കെയോ മേപ്പയൂരിൽ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ 6 പതിറ്റാണ്ട് കാലം കൊണ്ടു നടന്ന പഞ്ചായത്തിന്റെ ഭരണം, 60 കൊല്ലം നിങ്ങൾ കൊണ്ടു നടന്ന പഞ്ചായത്തിന്റെ ഭരണം, 60 കൊല്ലം നിങ്ങളെ ഭരണമേൽപ്പിച്ചതിന്റെ ഗുണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടിയെന്ന ബോധ്യം അവർക്കില്ലാതായി തുടങ്ങിയിട്ട് അതിനെതിരെ ഒരു മാറ്റം വേണമെന്ന് അവരാഗ്രഹിച്ചു തുടങ്ങുമ്പോ ആ മാറ്റം ജനങ്ങൾക്ക് ആവശ്യമായ മാറ്റത്തെ ഏറ്റെടുത്ത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഏറ്റെടുക്കുമ്പോ ആ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുമ്പോ അതിൽ നടത്തുന്ന പ്രചരണങ്ങളോട് നിങ്ങളുടെ അസഹിഷ്ണുത മൂലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കൈ തിരിച്ചോടിക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം, ഈ വേദിയിൽ നിന്നുകൊണ്ട് അപ്പുറത്താരുടെങ്കിലും കൈയൊടിക്കുമെന്ന് പ്രസംഗിക്കാൻ വന്നതല്ല ഞാൻ. പക്ഷെ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാം, നിങ്ങൾ ആ കൈയൊടിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻകൂട്ടി കാണുന്നതാണെങ്കിൽ അതിവിടെ സംഭവിച്ചിരിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഉറച്ച തീരുമാനം തന്നെയാണെങ്കിൽ അതിനെ മിസ്റ്റർ ഷാഫി പറമ്പിൽ, ഭയം, ഈ അടിമകളുടെ ഭയം എന്ന് പറയുന്നത് അത് മറ്റൊന്നിനെയുമല്ല, അത് നിങ്ങളെയാണ്. ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയെയാണ് അവർ ഭയപ്പെടുന്നത്. കാരണം നിങ്ങൾക്കൊരു കാന്തിക ശക്തിയുണ്ട്, നിങ്ങൾ ഒരു കാന്തിക വലയമുണ്ട് നിങ്ങൾക്ക് ചുറ്റും. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. നിങ്ങൾ പാലക്കാടായിരുന്നപ്പോ ആ ഭയം ഇവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ വടകരയിലേക്ക് വന്ന് കാലറ കുത്തിയ ദിവസം മുതൽ ആ ഭയം ഇവർ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഈ അടിമകളെ, ഈ സഖാക്കളെ, ഈ അന്തംഗമ്മികളെ, ഈ സൈബർ അടിമകളെ അത് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ആ ഭയം അത് നിങ്ങളെയാണ്, ഷാഫി പറമ്പിലിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കായികപരമായി നേരിടാൻ ഇവർ ഇറങ്ങിത്തിരിച്ചത്. നിങ്ങളുടെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിക്കാൻ ഇവർ തയ്യാറായത്, ഇവർ നിർദ്ദേശം നൽകിയത്. അതിന് കാക്കിയിട്ട ഡിവൈഎഫ്ഐയുടെ ഗുണ്ട, ക്രിമിനൽ ഗുണ്ട, അതിന് നേതൃത്വം നൽകിയതും ഈ ഭയത്തിൽ നിന്നുള്ള ഒരു പ്രതിഫലനമാണ്. നിങ്ങൾ വടകരയിൽ കാലുകുത്തിയ അന്ന് മുതൽ നമ്മളിത് കാണുകയല്ലേ മിസ്റ്റർ ഷാഫി പറമ്പിൽ. നിങ്ങളെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വടകര പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ ആ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൂത്തുപറമ്പാവട്ടെ, തലശ്ശേരി ആവട്ടെ, വടകരയാവട്ടെ, ഈ വടകര ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന സംഭവമാണ്. വടകരയിൽ കെ രമയാണ് വടകരയുടെ MLA. ഒഞ്ചിയത്ത് നിന്ന് തൻ്റെ ചോരകൾ, ആ ചോരകൾ പകരം ചോദിക്കപ്പെട്ട വടകരയുടെ MLA കെ രമ. ഈ വടകര മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂത്തുപറമ്പും തലശ്ശേരിയും കുറ്റ്യാടിയും നാദാപുരവും പേരാമ്പ്രയും കൊയിലാണ്ടിയും ഇവരുടെ കോട്ടകളായിരുന്നു, ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളായിരുന്നു. എന്നിട്ട് എന്താണ് അവിടെയൊക്കെ സംഭവിച്ചത്? അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? പേരാമ്പ്രയിൽ മാത്രം ഷാഫി പറമ്പിലിന് 19,000-ൽ വരുന്ന ഭൂരിപക്ഷമാണ്. വടകരയിൽ കെ ശൈലജ തോറ്റ് തുന്നം പാറിയത്, 8 നിലയിൽ പൊട്ടിയത്, കെ ശൈലജയുടെ ഉറക്കം കളഞ്ഞത്, 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന്. ഇത് ഇവരെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്പൊ നടത്തുന്ന ജനമുന്നേറ്റ യാത്രകൾ മാത്രമല്ല, മേപ്പയൂരിൽ മാത്രമല്ല, വളയത്ത് മാത്രമല്ല, വെല്യാപ്പള്ളിയിൽ മാത്രമല്ല, പെരിങ്ങത്തൂരിൽ മാത്രമല്ല, വടകരയിലും നാദാപുരത്തും കുറ്റ്യാടിയിലും ഈ പറയുന്ന കടിയങ്ങാടും പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഇവരുടെ കോട്ടകൾ തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു ഷാഫി പറമ്പിൽ മിസ്റ്റർ നിങ്ങൾ. അതിന്റെ ഭയം,
ആ ഭയം ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം 2 തെരഞ്ഞെടുപ്പുകളെയാണ് മുന്നിൽ കാണുന്നത്. ഒന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഗതി നിശ്ചയിക്കാവുന്ന കേരളത്തിന്റെ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. രാജാവിന്റെ ഭരണം കൊണ്ട് 10 വർഷം കൊണ്ട് മുന്നിൽ വെക്കാൻ എണ്ണി പറയാൻ ഒന്നുമില്ലാതിരിക്കുന്നവരാണിവർ. അവിടെയാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ പ്രഭാവം, അയാളുടെ കാന്തിക വലയം ഈ പറയുന്ന ഏരിയകളിൽ, ഈ പറയുന്ന പ്രദേശങ്ങളിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ തൊട്ടിൽപ്പാലം, കുറ്റ്യാടി, മരുതോങ്കര, കായക്കൊടി ഇങ്ങനെ എണ്ണി 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 ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാല്, ഞാൻ തൊട്ടിൽപ്പാലം നിന്ന് എണ്ണാൻ തുടങ്ങിയത് തൊട്ടിൽപ്പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വയനാടാണ്. അപ്പൊ ഈ തൊട്ടിൽപ്പാലം മുതൽ ഇങ്ങനെ എണ്ണാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ ഇവിടം മുതൽ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോട്ടകൾ ഓരോന്നായിട്ട് തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു ഷാഫി പറമ്പിൽ. അവിടെ നിങ്ങളുടെ കൂടെ കൂടുന്നവരുടെ കൈയൊടിക്കാൻ ആളുകളുണ്ടാവും, അവരൊക്കെ കൊലവിളികൾ നടത്താൻ ആളുകളുണ്ടാവും, അവരെ ആക്രമിക്കാൻ ആളുകളുണ്ടാവും, അവരെ അസഭ്യം പറയാൻ ആളുകളുണ്ടാവും. ഈ സഖാക്കൾ ഇതിനൊക്കെ തയ്യാറാവും. കാരണം മുന്നിൽ വേറെ വഴികളില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെയാ ചെയ്യുന്നത്. കാരണം രാജാവിന്റെ ഭരണം കൊണ്ട് നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ കഷ്ടപ്പെട്ടു ഉലയുന്ന ഒരു സംഘം. രാജാവാണെങ്കിൽ RSSന്റെ നമ്പർ 1 ഏജന്റും. ആ ഏജന്റിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ഇതിന് രാജാവ് കേരളത്തിലെ RSSന്റെ ഏജന്റുകാരനാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ ആക്രമണങ്ങൾ കൊണ്ട്, ഭയപ്പെടുത്തൽ കൊണ്ട് കീഴ്പ്പെടുത്താമെന്നാണ് ഇവർ കരുതുന്നത്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് പറയുന്നു, ഇല്ല, നിങ്ങൾക്കാവില്ല. അത് രാജാവിനെന്ന് മാത്രമല്ല, രാജാവിന്റെ ഏതൊക്കെ നെറികെട്ട അടിമകളുണ്ടോ, ഈ അടിമകളെ കൊണ്ടും സാധിക്കില്ല. ഇല്ല, നിങ്ങൾക്കാവില്ല. ഈ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഷാഫിയെ പിന്തിരിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ ഭയപ്പെടുത്തൽ അവിടെ വില പോകില്ല മക്കളെ. പരിഹാസങ്ങൾ കൊണ്ട്, അധിക്ഷേപങ്ങൾ കൊണ്ട് അയാളെ മൂലക്കിരുത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, മൂക്കിന്റെ പാലം അടിച്ചു തകർത്തുകൊണ്ട് അയാളെ മൂലക്കിരുത്താമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ, ഇല്ല, നിങ്ങൾക്കാവില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക. ഇതെവിടെയോ കേട്ടു മറന്ന വാക്കുകളാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇത് ഒരു ചെറുത്തുനിൽപ്പിന്റെ, ഒരു പോരാട്ടത്തിന്റെ ഘട്ടങ്ങളിൽ പുറത്തെടുത്ത കേരളത്തിന്റെ ജനത പുറത്തെടുത്ത വാക്കുകളാ. ഇല്ല, നിങ്ങൾക്കാവില്ല. അതേ വാക്കുകൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാ. കാരണം ഈ പറയുന്ന ആക്രമണങ്ങൾ കൊണ്ട്, ഈ പറയുന്ന ഭീഷണികൾ കൊണ്ട്, ഈ പറയുന്ന കായികപരമായിട്ട് അടിച്ചമർത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇല്ല, നിങ്ങൾക്കാവില്ല. അതിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ വ്യക്തിയെ തള്ളിക്കളയാനും നമുക്കാവില്ല, അല്ലെ? വടകരയുടെ മണ്ണിൽ അയാൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്വാധീനങ്ങള്, അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പറയുന്ന ഒരു വലിയ ജനവിഭാഗത്തെ, അവരുടെ ചിന്തകളെ സ്വാധീനിക്കാൻ മാത്രം കെൽപ്പുള്ള പ്രവർത്തനങ്ങൾ വടകരയുടെ മണ്ണില് ഷാഫി പറമ്പിൽ നടത്തുമ്പോ, ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാവട്ടെ അതോ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാവട്ടെ, അത് രണ്ടിലും ഈ പറയുന്ന വ്യക്തിയുടെ വലിയ സ്വാധീനങ്ങൾ ഈ മണ്ണുകളിൽ, ഇതിന്റെ പ്രദേശങ്ങളിൽ, വടകരയുടെ സമീപ പ്രദേശങ്ങളിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അക്രമത്തിലേക്ക് കടക്കാനാണ് ഇപ്പോ അടിമകൾ തയ്യാറായിരിക്കുന്നത്. കാരണം ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ മറ്റൊന്ന് കയ്യിലില്ലാതിരിക്കുമ്പോൾ അക്രമത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകും. അതിനെ നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം സർവസജ്ജരായിട്ടാണ്, സർവസന്നാഹത്തോടു കൂടിയാണ് ഈ അടിമകൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അവരുടെ കയ്യിൽ ബോംബുകളുണ്ട്. ആ ബോംബ് പൊട്ടിയിട്ട് ഇവരുടെ പ്രവർത്തകൻ തന്നെ മരിക്കുന്നുണ്ട്. ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന ബോംബ് വീണ് പൊട്ടുന്നത്. എന്നിട്ട് ഈ ബോംബ് പൊട്ടി മരിച്ച പ്രവർത്തകനെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. പാനൂരിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? അപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുന്നിൽ നിന്ന് കാണുമ്പോൾ ഈ പറയുന്ന ഷാഫിയോടും കൂട്ടരോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷിക്കണം.
ബോംബുകൾ പല രീതിയിൽ പല സ്ഥലത്ത് നിന്ന് പല ഇടത്തു നിന്ന് നിങ്ങൾക്ക് നേരെ വരാനുള്ള സാധ്യതകളുണ്ട്. ഏതുപോലെ പേരാമ്പ്രയിൽ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ നൽകിയ സ്ഫോടക വസ്തുക്കൾ അത് ഷാഫി പറമ്പിലിന് നേരെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകർക്ക് നേരെയും എറിഞ്ഞത് ഈ പറയുന്ന കാക്കിയിട്ട ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാണെങ്കിൽ മിസ്റ്റർ ഷാഫി പറമ്പിൽ വടകരയുടെയും കുറ്റ്യാടിയുടെയും നാദാപുരത്തിന്റെയും കൊയിലാണ്ടിയുടെയും പേരാമ്പ്രയുടെയും തലശ്ശേരിയുടെയും കൂത്തുപറമ്പിന്റെയും മണ്ണിൽ നിങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. വടകരയിൽ വന്ന് വീണത് പോലെയുള്ള പല വിധത്തിലുള്ള ബോംബുകളും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ജാഗ്രത നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ഭയം അത് നിങ്ങളെ മാത്രമാണ്, ഭയം മറ്റൊന്നിനെയുമല്ല. ഭയം ഷാഫി പറമ്പിലിനെയാണ്, ഭയം മറ്റൊന്നിനെയുമല്ല. ഭയം ഷാഫി പറമ്പിലിന്റെ സ്വാധീനത്തെയാണ്, ഭയം മറ്റൊന്നിനെയുമല്ല എന്ന് പറഞ്ഞാൽ വടകരയുടെ മണ്ണിൽ വടകര എന്ന് ഞാൻ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വടകര പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറ്റ്യാടിയും നാദാപുരവും കൊയിലാണ്ടിയും പേരാമ്പ്രയും ഒക്കെ ഉൾപ്പെടും. ഈ മണ്ണിലൊക്കെ ഷാഫിയുടെ സ്വാധീനം ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. അതിന് നിങ്ങൾക്ക് ജാഗ്രതയുണ്ടാവണം. കാരണം രാഷ്ട്രീയ പ്രവർത്തനമാണ്. എതിരാളികൾ ബോംബും മാരകായുധങ്ങളുമായിട്ടാണ് നിങ്ങളെ എതിരേൽക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം.